അപ്പം ഇന്ന് നമുക്കൊരു വാഞ്ചോ കേക്ക് വെച്ച് പിടിച്ചാലോ? ഒരു 2.5 kg ചെയ്യണതാണ് കേട്ടോ. ഒരു 60 ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി അഥവാ അതിലും കൂടിയാലും കഴിക്കാൻ രീതിയിൽ നമ്മൾ ഒരു 2 ലെയറായിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. കൂടുതലായിട്ട് ക്രീമൊന്നും വലിച്ചു വാരി മുകളിൽ ഡെക്കറേഷനും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം 2 ലെയറല്ലേ ഉള്ളൂ. നമ്മൾ ഈ ഒരു മുകളിൽ ഗനാഷും കൂടി വരുന്നതുകൊണ്ട് ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് കൂടുതലായിട്ട് ക്രീമൊന്നും വെച്ച് വാരി തേച്ചിട്ടില്ല. പിന്നെ ഈ ഒരു ഡെക്കറേഷൻ വാഞ്ചോ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഈ ഒരു ഡെക്കറേഷൻ തന്നെയല്ലേ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എളുപ്പമാണല്ലോ. അപ്പോൾ ഇതന്നെ ചെയ്യാൻ വിചാരിച്ചു. എന്നാൽ പോലും എൻ്റെ കൈ വിറച്ചുകൊണ്ടിരിക്കട്ടെ. പിന്നെ അതാ കണ്ടില്ല ഒരു കുഞ്ഞിപ്പുഴു തുള്ളി കളിക്കണത്. അതാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എപ്പോൾ ഈ ഫോൺ കൊടുന്ന് കേക്കിലിടുന്ന് പേടിച്ചിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. പിന്നെ കയ്യിൽ കുറേ ബോൾസ് ഉള്ളതുകൊണ്ട് തന്നെ അത് തീരണ വരെ ഞാൻ വാരി ഇട്ടുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബോൾസൊക്കെ വാരി വിതറിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വേറെ ഡിസൈൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അതുകൂടെ ചെയ്തെടുത്തത്. നമുക്ക് ഷാർജയിലെ MFA എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം രാത്രി 12 മണിയൊക്കെ ആയപ്പോഴാണ് ഈ ഒരു കേക്ക് കട്ട് ചെയ്തത്. വൈഫ് ഹസ്ബൻഡിന് സർപ്രൈസ് ആയിട്ട് ചെയ്തൊരു കേക്കായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ കേക്കിൻ്റെ വിശേഷം.